Hello dear students, welcome back to Instrumentation classes. നമ്മളെ MCQ ഡിസ്കഷൻ്റെ 6th സെഷനാണ്, 6th ക്ലാസ് ആണത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 194 സ്റ്റോപ്പ് ചെയ്ത്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 195. അപ്പം നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: when measuring strain or while measuring strain, Bellas circuits use a capacitor to act as high pass filter. This is done to measure. ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെയിൻ ഗേജ് വെച്ച് നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിൻ അളക്കുന്നത്, എന്തൊക്കെ മെത്തേഡുകളാണ് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു റീക്യാപ്പ് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വീസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. നമുക്കറിയാം വീസ്റ്റോൺ ബ്രിഡ്ജിൽ 4 ആമുകളാണ് ഉള്ളത്. നമ്മൾ ഈ വരയ്ക്കുന്ന വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ 4 ആമുകൾ R1, R2, R3, R4. ഇതിൽ R4 ആയി നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു സ്ട്രെയിൻ ഗേജാണ്. സ്ട്രെയിൻ ഗേജ്. അപ്പം സ്ട്രെയിൻ ഗേജ് ഫണ്ടമെൻ്റലി എങ്ങനെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? സ്ട്രെയിൻ ഗേജ് സ്ട്രെയിൻ വരുന്നതനുസരിച്ചൊരു വേരിയബിൾ റെസിസ്റ്റൻസ് ഔട്ട്പുട്ട് തരും, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബ്രിഡ്ജ് നമ്മൾ ഈ എൻഡിൽ നമ്മൾ പവർ കൊടുത്തു, ഒരു VCC ഗ്രൗണ്ട് നമ്മൾ കൊടുത്തു. എന്നിട്ട് ഈ 2 എൻഡുകളിൽ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യണം. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ നൾ വോൾട്ടേജ് ആണ് നമുക്കിവിടെ കിട്ടുക, 0 വോൾട്ടാണ് കിട്ടുക. ബട്ട് നമ്മൾ ഇതിനകത്തേക്കൊരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഈ സ്ട്രെയിൻ ഗേജിലേക്ക് R4ലേക്ക് നമ്മളൊരു ഫോഴ്സോ സ്ട്രെയിനോ പ്രഷറോ നമ്മൾ അപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് ഈ ബ്രിഡ്ജ് അൺബാലൻസ് ആവും. സോ അൺബാലൻസിങ് നടക്കും. അൺബാലൻസിങ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ 0 വോൾട്ട് ഉള്ളത് ഒരു ഡെഫിനറ്റ് വോൾട്ടേജിലേക്ക് X വോൾട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ വോൾട്ടേജ് നമുക്ക് എന്തിൻ്റെ ടേംസിൽ കാലിബ്രേറ്റ് ചെയ്യാം? നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രെയിനിൻ്റെ പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, ഇങ്ങനെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ. പക്ഷേ ഈ പ്രോസസ്സ് വെച്ച് നമുക്ക്, ഈ ഒരു സിസ്റ്റം വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് സ്റ്റാറ്റിക് സ്ട്രെയിനാണ്. സ്റ്റാറ്റിക് സ്ട്രെയിൻ. ഇപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമയത്തിനനുസരിച്ച് മാറാത്തത് എന്നാണ്, അല്ലേ? അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ, എത്ര ഫോഴ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പ്രഷർ വരുന്നുണ്ട് എന്നുള്ളത് അതിന് മാറ്റം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് അളക്കാൻ പറ്റും. പക്ഷേ ഒന്നാലോചിച്ച് നോക്കൂ, ഇത് ഡൈനാമിക് ആണെങ്കിൽ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഫർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഡൈനാമിക് വരുന്ന സമയത്ത് ഒരുപാട് തവണ നമുക്ക് ഇതിൻ്റെ 0 പ്ലസിലേക്കും മൈനസിലേക്കും പോകുന്നതുകൊണ്ട് 0 ക്രോസ് ലൈനൊക്കെ നമുക്ക് ഒരുപാട് തവണ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് ബെല്ലാസ് സർക്യൂട്ട്സാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇതിന് യൂഷ്വലി ഒരു സിമ്പിൾ സർക്യൂട്ട് ഞാൻ വരയ്ക്കാം. ഒരു ബാറ്ററി ഉണ്ടാവും, അതിനുശേഷം ഒരു റെസിസ്റ്റർ വിത്ത് എ കപ്പാസിറ്റർ, പാരലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിൻ ഗേജും കൊടുക്കാം. സോ ഇത്തരത്തിൽ. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇവിടെ വരുന്ന സ്ട്രെയിൻ ഡൈനാമിക് ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചൂസ് ചെയ്യാം. അപ്പം ആൻസേഴ്സ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡൈനാമിക് സ്ട്രെയിൻ തന്നിട്ടുണ്ട്, സ്റ്റാറ്റിക് സ്ട്രെയിൻ തന്നിട്ടുണ്ട്, രണ്ടും തന്നിട്ടുണ്ട്, DC സ്ട്രെയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും? റൈറ്റ് ആൻസർ A ആണ്. ഡൈനാമിക് സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെല്ലാസ് സർക്യൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: സ്ട്രെയിൻ ഗേജ് റോസെറ്റ്സ് ആർ യൂസ്ഡ് വെൻ ദ ഡയറക്ഷൻ ഓഫ് ഹൂപ്പ് സ്ട്രെസ് ഈസ് നോട്ട് നോൺ, പ്രിൻസിപ്പൽ സ്ട്രെസ് ഈസ് നോട്ട് നോൺ, പ്രിൻസിപ്പൽ സ്ട്രെസ് ഈസ് നോൺ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈസ് നോട്ട് നോൺ. അപ്പോൾ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂപ്പ് സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണോ, പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണോ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ റോസെറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു റോസെറ്റ്? അതായത് 4 സ്ട്രെയിൻ ഗേജുകളെ ഇത്തരത്തിൽ ഈ ഒരു പാഷനിൽ തന്നെയാണ് വയ്ക്കുക. ഈ ഒരു സ്റ്റാർ കോൺഫിഗറേഷനിൽ 4 സ്ട്രെയിൻ ഗേജുകളെ ഒരു പ്രതലത്തിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാൻ വിചാരിച്ചോ. സോ ദിസ് ഇസ് യുവർ സ്ട്രെയിൻ ഗേജ് 1, ഇത് സ്ട്രെയിൻ ഗേജ് 2, ദിസ് ഇസ് S3 ആൻഡ്
S4 4 സ്ട്രെയിൻ ഗേജുകളാണ്. അപ്പോൾ ഈ 4 സ്ട്രെയിൻ ഗേജുകളുടെ ഔട്ട്പുട്ട് നമ്മൾ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണ്. അപ്പോൾ എടുത്ത് ഇങ്ങനെ വെക്കുന്നത് എന്തിനായിരിക്കും? അപ്പോൾ ഈ ഒരു ബോഡിക്ക് പലതരത്തിലുള്ള സ്ട്രെയിൻ അല്ലെങ്കിൽ ഷിയറുകൾ ഉണ്ടാവാം അല്ലേ. ഇതിന് ഇത്തരത്തിലുള്ള ഡീഫോർമേഷൻ ഉണ്ടാകാം അല്ലേ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീഫോർമേഷൻ ഉണ്ടാവാം. ഇപ്പോൾ 2 ഡയമെൻഷണൽ ആയതുകൊണ്ട് നമുക്ക് വരയ്ക്കുന്നതിന് പരിധിയുണ്ട്, അല്ലെങ്കിൽ ഒരു ബെൻഡിങ് ആവാം അല്ലേ, ഇത്തരത്തിലുള്ളൊരു ബെൻഡിങ് ആവാം. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും ഇത് സ്ട്രെസ് ആവാം, റൈറ്റ്. എങ്ങനെ വേണമെങ്കിൽ നമുക്കിതിനെ ബെൻഡ് ചെയ്യിപ്പിക്കാം. അപ്പം എങ്ങനെ ബെൻഡ് ചെയ്യിപ്പിച്ചാലും ഇതിലേതെങ്കിലും ഒരു സ്ട്രെയിൻ ഗേജ് സ്ട്രെയിനിന് വിധേയമാവും, ശരിയല്ലേ. അപ്പോൾ നമ്മളൊരു ക്യാൻഡിലെവർ ബീം എടുക്കുകയാണെങ്കിൽ, ഇത്തരത്തിലൊരു ക്യാൻഡിലെവർ ബീം എടുക്കുകയാണെങ്കിൽ, ഈ ബീമിൽ നമ്മൾ സ്ട്രെയിൻ ഗേജ് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ, ഈ സ്ട്രെയിൻ ഗേജ് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതിങ്ങനെയാണ് ഉണ്ടാവുക അല്ലെ, ഇതിൽ വയറുകൾ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഇവിടെ നമ്മളൊരു വെയിറ്റ് അപ്ലൈ ആണ്, ഒരു ഫോഴ്സ് അപ്ലൈ ആണ്. ആ സമയത്ത് ഇത് ബെൻഡാവുന്നു. എങ്ങനെയാണ് ബെൻഡാവുക? ഇത്തരത്തിലത് ബെൻഡാവും, ചെറിയൊരു ബെൻഡിങ് വരും. അപ്പോൾ ഈ ബെൻഡിങ് വരുന്നതോടുകൂടി ഈ സ്ട്രെയിൻ ഗേജിൻ്റെ ഷേപ്പ് ഇത്തരത്തിൽ മാറുന്നു, ഇങ്ങനെ മാറും അല്ലേ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ മാറണമെങ്കിൽ ഈ സ്ട്രെയിൻ ഗേജ് ഈ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെ വെക്കണം അല്ലേ, അതിൻ്റെ ആക്സിസ്. നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെയാണ് സ്ട്രെയിൻ ഗേജ് വെക്കുന്നതെങ്കിലോ, ഇങ്ങനെ സ്ട്രെയിൻ ഗേജ് വെച്ചു, ഇതാണ് നമ്മളുടെ ടെസ്റ്റ് സ്പെസിമെൻ, ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ആവുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടില്ല അല്ലേ. അപ്പോൾ ഈ 4 എണ്ണം വെക്കുന്നത് നമുക്ക് സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളിലാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സ് വരുന്നതെന്നേ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രെയിൻ ഗേജ് പ്ലേസ് ചെയ്യാം, റൈറ്റ്. അപ്പോൾ സ്ട്രെയിൻ എങ്ങനെ വരുന്നു, എങ്ങനെ ഇത് വളയുന്നു എന്ന് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് സ്ട്രെയിൻ ഗേജും കൂടി വളയുന്ന രീതിയിൽ നമുക്കതിനെ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് സ്ട്രെസ്സേ വരുന്നതെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ റോസെറ്റ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ സ്ട്രെസ്സ് അതിൻ്റെ ആക്സിസ് അറിയാത്തതുകൊണ്ടാണ്, പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ആക്സിസ് അറിയാത്ത സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, റോസെറ്റ്സ് ഉപയോഗിക്കുന്നത്. Okay, so from the answer we can select option B, principal stress is not known. A voltage has a true value of 1.50 volt. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ട്രൂ വാല്യൂ എത്രയാണ്, 1.50 വോൾട്ട് ആണ്. വിത്ത് എ സ്കെയിൽ റേഞ്ച് ഓഫ് 0 to 2.5. അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് 0 വോൾട്ട് മുതൽ 2.5 വോൾട്ട് വരെയാണ്. ഷോസ് എ വോൾട്ടേജ് ഓഫ് 1.4. ഷോസ് എ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും, മെഷേർഡ് ആണല്ലേ. മെഷേർഡ് വാല്യൂ എന്ത് വന്നു, 1.46 വോൾട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് എററാണ് ചോദിച്ചിരിക്കുന്നത്. സോ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എറർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എററിൻ്റെ ഇക്വേഷൻ എന്താ, മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ, അതല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ. ഇതാണ് സ്ട്രെസ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും, 1.46 മൈനസ് 1.50 വരും. അപ്പോൾ ഇതിൽ ആൻസർ ഐ തിങ്ക് ഇറ്റ് വിൽ ബി മൈനസ് 0.04 വോൾട്ട്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് ദ സെയിം ക്വസ്റ്റ്യൻ, കറക്ഷൻ ഇൻ ദ എബോവ് ഗിവൺ ഡാറ്റ. അപ്പോൾ കറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ എററും കറക്ഷനും തമ്മിലുള്ള വ്യത്യാസം? ആക്ച്വലി നമുക്കൊരു 50 kg വെയിറ്റുള്ള ഒരാൾ, 50 kg വെയിറ്റുള്ള ഒരു കുട്ടി ഒരു സ്കെയിലിൻ്റെ മുകളിൽ കയറി നിന്നപ്പം 46 kg സ്കെയിൽ കാണിച്ചു, വെയിങ് സ്കെയിൽ കാണിച്ചു വെയിറ്റ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ആ കുട്ടിയുടെ വെയിറ്റ് ട്രൂ വാല്യൂ 50 kg ആണ്, എന്നാൽ മെഷർ ചെയ്തെടുത്ത വാല്യൂ 46 ആണ് അല്ലേ. അപ്പോൾ ആക്ച്വലി ഇതിൽ തെറ്റ് ഇതാണ് അല്ലേ, തെറ്റിനെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കറക്ഷൻ, അങ്ങനെയല്ലേ. നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ എഴുതിയ ആൻസർ തെറ്റാണെങ്കിൽ അത് വെട്ടി അവിടെ ഒരു റെഡിങ് കൊണ്ട് അതിൻ്റെ കറക്റ്റ് വാല്യൂ എഴുതി വയ്ക്കും അല്ലേ, കൃത്യം. അതിനാണല്ലോ നമ്മൾ പേപ്പർ കറക്ഷൻ എന്നൊക്കെ പറയുന്നത്, ടെസ്റ്റ് പേപ്പർ കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിനെ ശരിയാക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ തെറ്റിനെ ശരിയാക്കണമെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്, 46 എന്ന് പറയുന്ന തെറ്റായ ഉത്തരത്തിൻ്റെ കൂടെ +4 അല്ലേ, +4 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ശരി കിട്ടും, 50 കിട്ടും. അപ്പോൾ ഈ +4 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്ഷൻ.
കറക്ഷൻ ഫാക്ടർ. കറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? എറർ ഈസ് ഈക്വൽ ടു മൈനസ് എറർ. കറക്ഷൻ എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്? എറർ. അപ്പോൾ ഓഫ് കോഴ്സ് ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എറർ -0.04 വോൾട്ട് ആണെങ്കിൽ കറക്ഷൻ എന്തായിരിക്കും? +0.04 വോൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ സി. 2 ഓപ്ഷൻ കറക്റ്റായി തന്നിട്ട് ബിയും കറക്റ്റായി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബിക്ക് നമുക്ക് ഇവിടെ 2 ഉപയോഗിച്ച് സ്ഥിതിക്ക് നമുക്കിവിടെ -2 ഇടാം. അപ്പോൾ എന്തായാലും ലോജിക്ക് മനസ്സിലായല്ലോ. ഇത് ഈ ലോജിക്ക് തന്നെയാണ് നമ്മളുടെ ഇക്വേഷനിലുള്ളത്. എന്താ എററിൻ്റെ ഇക്വേഷൻ? എറർ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ആക്ച്വൽ വാല്യൂ ആണ്. അപ്പോൾ മെഷേർഡ് വാല്യൂ ഇവിടെ 46 ആണ്, ആക്ച്വൽ വാല്യൂ 50 ആണ്. എറർ നമുക്ക് എത്ര കിട്ടി? -4 കിട്ടി. ഓക്കെ, റൈറ്റ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിൽ മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഫാക്ട് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് എററാണ്. റിലേറ്റീവ് എററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിലേറ്റീവ് എററിൻ്റെ ഇക്വേഷൻ എന്താ? റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും A മൈനസ് ബി ഡിവൈഡഡ് ബൈ ബി എന്ന് ഓർത്ത് വയ്ക്കുക. ഈ 2 ടേമും സിമിലർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതുതന്നെയാണ്. റിലേറ്റീവ് എറർ ആസ് എ ഫങ്ഷൻ ഓഫ് ട്രൂ വാല്യൂ പറഞ്ഞിരിക്കുന്നത്. റിലേറ്റീവ് എറർ ആസ് എ ഫങ്ഷൻ ഓഫ് ട്രൂ വാല്യൂ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? ഇവിടെ മെഷേർഡ് വാല്യൂ എന്തായിരുന്നു? 1.46 ആണ്, മൈനസ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1.50 ആണ്, ഡിവൈഡഡ് ബൈ 1.50. ഇനി ഇത് നിങ്ങൾ ഉത്തരം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത്. അപ്പം എഗെയിൻ ഇതിന് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഏകദേശം ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മൈനസ് വരുമല്ലോ അല്ലേ? -2.166 ആണ്. സോ ഇത്രയും പെർസെൻറ്റേജ്. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി റിലേറ്റീവ് എറർ ആസ് എ ഫങ്ഷൻ ഓഫ് ട്രൂ വാല്യൂ മാത്രമല്ല, റിലേറ്റീവ് എറർ ഇൻ ടേംസ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ചോദിക്കാം. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്കെയിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇതേപോലെ സ്കെയിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എത്രയാണ്? 0 to 2.5 ആണ് റേഞ്ചെങ്കിൽ അതിൻ്റെ ഫുള്ള് സ്കെയിൽ വരുന്നത് 2.5ലാണ്. അപ്പോൾ ഇവിടെ 1.46 മൈനസ് 1.50 ഡിവൈഡഡ് ബൈ 2.5 വരും. ഇതായിരിക്കും ഇൻ ടേംസ് ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ അതുതന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇക്വേഷൻ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.6 ആൻസർ വരും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.6 ആൻസർ ആയിട്ട് വരും. അടുത്ത ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻ മെഷർമെൻറ്റ് ഓഫ് മെക്കാനിക്കൽ quantities, all mechanical quantities are not measured by mechanical means. Measurement of mechanical quantities in modern technology involves the use of electrical and electronic techniques. Measurement of a given quantity is essential as an act of result of comparison between a quantity with a standard. നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? കാലിബ്രേഷൻ അല്ലേ? Calibration. Now next one is when a measurand is compared with a standard, the result is a numerical value. When a measurand is compared with standard, the result is a numerical value. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു. സോ ദിസ് ഇസ് 1, ദിസ് ഇസ് 2, this is 3 and this is 4.
അപ്പോൾ ഇതിൽ ആക്ച്വലി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. വളരെ ജനറലായൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Standard must be of the same character as a measurement. It is prescribed and defined by ISO, BIS, none of these, either A or B. അപ്പം ഈ ചോദ്യത്തിൽ ISO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തായിരുന്നു ISOയുടെ എക്സ്പാൻഡഡ് ഫോം? ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലേ? ഓർഗനൈസേഷൻ ഫോർ ഇതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡർഡൈസേഷനാണ്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷനാണ്. BIS നമുക്കറിയാം, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത് രണ്ടും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇത് രണ്ടും നമ്മളെ സ്റ്റാൻഡേർഡ്സാണ്. ആക്ച്വലി ഈ ചോദ്യത്തിന് ഉത്തരം ഇറ്റ് ക്യാൻ ബി എയ്തർ ഓർ ബി എന്നാണ്. ഒരിക്കലും നൺ ഓഫ് ദിസ് ആവില്ല, ഇത് മാത്രമാവില്ല, നമ്മൾ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ചോയ്സ്. അടുത്തത് mechanical measurements are classified into power type, mechanics type, electrical and electronic type, both A and B. ഇതിലെ ക്വസ്റ്റിനിൽ തന്നെ ആൻസർ ഉണ്ട്. മെക്കാനിക്കൽ മെഷർമെൻറ്റ് ടൈപ്സാണ് ചോദിച്ചിരിക്കുന്നത്. സോ പവർ ടൈപ്പ്, മെക്കാനിക്സ് ടൈപ്പ്, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ എന്ന് പറയുന്ന ക്ലാസ് രണ്ടിൽ വരുന്നില്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആണ് റൈറ്റ് ചോയ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 204 ഒരു എറർ ഉണ്ട്. സോ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. തിരിച്ചു വരാം നമുക്ക് അതിനകത്തേക്ക്. സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 205. ഫോർ ദ പർപ്പസ് ഓഫ് മെഷർമെൻറ്റ്സ് ദ മെഷർമെൻറ്റ് സിസ്റ്റം യൂസ് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, പവർ മെത്തേഡ്, എംപിരിക്കൽ മെത്തേഡ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ again ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലെവൽ മെഷർമെൻറ്റിലൊക്കെ, ലെവൽ മെഷർമെൻറ്റ്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്, ഇതിലൊക്കെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡും ഉപയോഗിക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉപയോഗിക്കുന്നുണ്ട്. പവർ മെത്തേഡും എംപിരിക്കൽ മെത്തേഡും വേറെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വാസ് കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി എന്ന ആൻസറാണ് മോർ കറക്റ്റ്. അതർവൈസ് ഡയറക്റ്റും ശരിയാണ്, ഇൻഡയറക്റ്റും ശരിയാണ്. അപ്പോൾ ഇതൊരു വന്ന ചോദ്യമാണ്. ക്വസ്റ്റിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട്. സോ ദ മോസ്റ്റ് കറക്റ്റ് ആൻസർ ഈസ് both. So you can check for both. Primary measurements are matching of 2 lengths, matching of 2 colors, counting of strokes of a clock hand to measure the time. അപ്പോൾ പ്രൈമറി മെഷർമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ ആക്ച്വലി എന്താണ് മെഷർമെൻറ്റ്? ഒരു അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നമുക്കറിയാത്തൊരു ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ മാച്ചിങ് ഓഫ് 2 ലെങ്ത്സ് എന്ന് പറയുന്ന പ്രോസസ്സിലും 2 കളേഴ്സിലാണെങ്കിലും അതേപോലെ തന്നെ കൗണ്ടിങ് ഓഫ് എ സ്ട്രോക്ക് ഓഫ് എ ക്ലോക്കിംഗ് ടൈം ആണെങ്കിലും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. അപ്പോൾ 3ഉം പ്രൈമറി മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, ഓൾ ദി അബോവ്. അടുത്ത ചോദ്യം, ഇൻ എ പ്രഷർ ഗേജ് ദ പ്രഷർ സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ട്രാൻസ്ലേറ്റർ. The secondary signal is transmitted to the eyes of the observer. The primary signal is pressure and secondary signal is length. All the above are true statements. Yes, അപ്പോൾ ഇതിൽ ആക്ച്വലി pressure signal is transmitted to എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷ്
ഇത് ട്രാൻസ്മിറ്ററാണ്. ഇങ്ങനെയാണെങ്കിൽ പ്രഷർ സിഗ്നലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില സമയങ്ങളിൽ സെൻസർ പ്രഷറിനെ അളന്ന് ദൂര സ്ഥലത്തേക്ക് അതിനെ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതൊരു നമുക്ക് രണ്ട് വഴിയിൽ നമുക്കിതിനെ സെൻഡ് ചെയ്യാം ഇൻസ്ട്രുമെൻറ്റേഷനിൽ. ഒന്ന് നമുക്ക് ഇലക്ട്രിക്കൽ മീൻസ് സെൻഡ് ചെയ്യാം. രണ്ടാമത്തെ നമുക്ക് ന്യൂമാറ്റിക് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക്കലായി സെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4 to 20 മില്ലി ആംപിയർ കറണ്ടിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. ന്യൂമാറ്റിക് ആണെങ്കിൽ നമ്മളിതിനെ 3 to 15 PSI കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അളക്കുന്ന പ്രഷർ എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ, പ്രഷർ ഇല്ലെങ്കിൽ 0 ആണ് പ്രഷറെങ്കിൽ, സെൻസർ പിക്കുന്ന പ്രഷർ 0 ആണെങ്കിൽ 4 മില്ലി ആംപിയർ കറണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ആ സെൻസറിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം പ്രഷർ സപ്പോസ് 200 ആണെങ്കിൽ അത് 20 മില്ലി ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ. അതേപോലെ ന്യൂമാറ്റിക് സിഗ്നൽ ആണെങ്കിൽ, ഇപ്പോൾ നോൺ ഇലക്ട്രിക്കൽ ആണെങ്കിൽ, പ്രഷർ അല്ല ടെമ്പറേച്ചറാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ പ്രഷറിൻ്റെ ടേംസിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് 3 to 15 PSI പ്രഷർ സിഗ്നലായിട്ടും സെൻഡ് ചെയ്യാം. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. A translator of this is nothing but a transmitter. The secondary signal is transmitted to the eyes of an observer. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രഷർ ബോർഡൻ ട്യൂബിലേക്കാണ് കൊടുക്കുന്നത് വിചാരിച്ചു. അപ്പോൾ ബോർഡൻ ട്യൂബിലേക്ക് നമ്മൾ പ്രഷർ ഇൻപുട്ട് കൊടുത്തു. ഇവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി. നമുക്കൊരു പോയിൻ്റർ ഇത്തരത്തിലുള്ളൊരു C ഷേപ്പ്ഡ് സ്ട്രക്ചറാണ് ബോർഡൻ ട്യൂബ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൻ്റെ പോയിൻ്റ് ഡിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ദൂരെ നിന്ന് ഒരാൾ കാണുകയാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടക്കാം. ദ പ്രൈമറി സിഗ്നൽ ഈസ് പ്രഷർ ആൻഡ് സെക്കൻഡറി സിഗ്നൽ ഈസ് ലെങ്ത്ത്. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഉദാഹരണം ഇപ്പോൾ LVDT ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പം ഈ ബോർഡൻ ട്യൂബിലേക്ക് പോയിൻ്ററിന് വരെ നമ്മളൊരു LVDT കോറാണ് കൊടുക്കുന്നതെങ്കിലോ, അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് മാറി അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതിനെ ഫർദർ നമ്മൾ ഇലക്ട്രിക്കൽ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെഷർമെൻറ്റ് ഓഫ് ടെമ്പറേച്ചർ ഓഫ് എൻ ഒബ്ജക്റ്റ് ബൈ തെർമോകപ്പിൾ ഈസ് എ ടെറിഷറി മെഷർമെൻറ്റ്. മൂന്ന് സ്റ്റേജുകളിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ, ദ പ്രൈമറി സിഗ്നൽ ഈസ് ട്രാൻസ്ലേറ്റഡ് ടു വോൾട്ടേജ്. യെസ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തെർമോകപ്പിൾ വെച്ചിട്ട്, തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ് അല്ലേ. അപ്പോൾ അതിൽ ടെമ്പറേച്ചർ വന്നാൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് റെഡി ആയിട്ട് നമുക്ക് വോൾട്ടേജിൽ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ പ്രൈമറി സിഗ്നലായ വോൾട്ടേജ് ഉണ്ടാക്കാം. സെക്കൻഡറി സിഗ്നൽ ഈസ് ട്രാൻസ്ലേറ്റഡ് ടു ലെങ്ത്ത്. ഇപ്പോൾ സെക്കൻഡറി സിഗ്നൽ എന്ന് പറയുന്നത് വോൾട്ടേജാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കോറും അതേപോലെ തന്നെ ഒരു കോയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഈ വോൾട്ടേജിനെ നമുക്ക് ഇങ്ങോട്ട് ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ കോർ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ബൗൺസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിലെ ചേഞ്ച്, ലെങ്ത്തിലെ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പോസിബിൾ. ടെറിഷറി സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ഐസ് ഓഫ് എ ഒബ്സർവർ. യെസ്, ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂവ് ചെയ്യുന്ന പോർഷൻ വേണമെങ്കിൽ ഇത്തരത്തിൽ ഒരു ഗിയർ മെക്കാനിസം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മൂവ്മെൻറ്റ് വരുന്ന നമുക്കൊരു പോയിൻ്ററിലേക്ക് ഒരു സ്കെയിലിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇത് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ പോയിൻ്ററും കൂടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇത് മൂന്നും കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി, ഓൾ ദ എബോവ് ആർ ട്രൂ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ they are very reliable for static and stable conditions. Yes, മെക്കാനിക്കൽ റഗ്ഡ് ഡിസൈൻ ആയതുകൊണ്ട് അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യും. സോ ദിസ് ഈസ് ഓക്കെ. They are unable to respond rapidly to dynamic and transient measurements. Yes, that's true. കാരണം എന്താ, മെക്കാനിക്കൽ കണക്ഷൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ മെക്കാനിക്കലായിട്ട് ഉള്ള ഒരു മൂവ്മെൻറ്റ്, ഒരു ഇനേർഷ്യ, ആക്ച്വലി ഇതിൻ്റെ കാരണം ഇനേർഷ്യയാണ് കേട്ടോ. ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഒരിക്കലും സീറോ ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി മെക്കാനിക്കലായിട്ടുള്ള സംഭവങ്ങൾ അത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യില്ല, ഇലക്ട്രോണിക്സിൻ്റെ അത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ദേ കനോട്ട് മെഷർ 50 Hz വോൾട്ടേജ്, പറ്റൂല, കാരണം മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. അതും ട്രൂ ആണ്. ദേ ക്യാൻ ഈസിലി മെഷർ എ സ്ലോലി മെഷറിങ് പ്രഷർ. യെസ്, ഡെഫിനറ്റ്ലി പറ്റും. ഇവിടെ സ്ലോലി മെഷറിങ് പ്രഷർ നമുക്ക് മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും, ശരിയല്ലേ. അപ്പം ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്?
ഒരു ഇത്തരത്തിലുള്ള ഹുക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹുക്സ് ഇവിടെ സ്പ്രിങ് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു ഗേജ് ഉണ്ടാവും. ഈ ഗേജിൽ 0 മുതൽ 50 വരെ റീഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു യൂണിറ്റ് തൂക്കിയിടുകയാണെങ്കിൽ, ഇത് 5 kg ആണെങ്കിൽ ഈ സ്പ്രിങ് താഴേക്ക് വലിഞ്ഞതൊരു 5 kgയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇത് ആക്ച്വലി എന്താണ്, ഒരു പ്രഷറാണ് അല്ലേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പുൾ ഡൗൺ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് പ്രഷർ. നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് വേറെ ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. പോസിബിളാണ്. ദേ ആർ ഫ്രീ ഫ്രം നോയ്സ് പൊല്യൂഷൻ. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. നോയ്സ് പൊല്യൂഷൻ എന്തായാലും മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉണ്ടാവും അല്ലേ. കാരണം മെക്കാനിക്കൽ പാർട്സ് തമ്മിൽ എനർജി കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? ഐ തിങ്ക് ഫിഫ്ത്ത് വൺ ഈസ് നോട്ട് ട്രൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി അല്ലേ. ഓൺലി 1 to 4 ആർ ട്രൂ. നോ, ഓൺലി 1 to 3 ആർ ട്രൂ. അതാണ് 5 കറക്റ്റ് അല്ല. അപ്പോൾ 1 to 3 ആർ ട്രൂ. ഓൾ ട്രൂ അല്ല, നൺ ഓഫ് ദി എബോവ് അല്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഫങ്ഷൻസ് ഓഫ് മെഷറിംഗ് സിസ്റ്റം: ഇൻഡിക്കേറ്റിംഗ്, റെക്കോർഡിംഗ്, കൺട്രോളിംഗ്. അതിൻ്റെ കോഡ്സ് പറഞ്ഞിരിക്കുന്നത് ഓൾ 3, ഓൺലി 3 and 4, ഓൺലി 1 സെക്കൻഡ്. ഇതിൽ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. Not an option. This is 2 and this is 3. Yes. ഈ ക്വസ്റ്റ്യൻസ് കൺവേർട്ട് ചെയ്തെടുക്കുമ്പം വരുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. ക്വസ്റ്റ്യൻ കൺവേർട്ട് ചെയ്യുന്ന ഒരു AI ടൂൾ വെച്ചിട്ടാണ്. സോ അതിൽ വരുന്ന എററുകൾ, ബുക്കിൽ നിന്നാണ് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന എററുകളാണ് കേട്ടോ. നൗ ഫങ്ഷൻസ് ഓഫ് എ മെഷറിംഗ് സിസ്റ്റം. ശരിക്കും ഫങ്ഷൻസ് ഓഫ് മെഷറിംഗ് സിസ്റ്റം എല്ലാ ബുക്കുകളിലും ആദ്യത്തെ പേജിൽ പറയുന്ന കാര്യമാണ്. ഇൻഡിക്കേറ്റിംഗ് ഫങ്ഷൻ, റെക്കോർഡിംഗ് ഫങ്ഷൻ, കൺട്രോളിംഗ് ഫങ്ഷൻ. ഓക്കെ. ഇനി ഇൻസ്ട്രുമെൻറ്റ്സിന് 2 ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പുകളും ഇതേ പേരിൽ തന്നെ അറിയപ്പെടുന്നത് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ്. ഓക്കെ. അപ്പോൾ ഇതിൽ ആക്ച്വലി ഓൾ 3, ഇത് 3 എന്താണ്, ശരിയാണ്. ഇൻഡിക്കേറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്, റെക്കോർഡിംഗ് ഫംഗ്ഷൻ ഉണ്ട്, കൺട്രോളിംഗ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺട്രോളിംഗ് ഫംഗ്ഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ. In this case, the information is used by the instrument or the system is. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ ദ ഒറിജിനൽ മെഷേർഡ് ക്വാണ്ടിറ്റി, കൺട്രോൾ ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി, കൺട്രോൾ ആൻഡ് റെക്കോർഡ് ദ ഔട്ട്പുട്ട് ബോത്ത് B and C. അപ്പോൾ എന്താണ് ഈ കൺട്രോളിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ബേസിക്കലി നിങ്ങൾ കൺട്രോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതായിരിക്കും. അപ്പം വിൽ ഹാവ് എൻ ഇൻപുട്ട്, നേരെ ഒരു എറഡിറ്ററിലേക്ക് പോകുന്നു. എറഡിറ്ററിലേക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കൺട്രോളിലേക്ക് പോകും. കൺട്രോളിൽ നിന്ന് എന്തായിരുന്നു, കൺട്രോൾ ചെയ്യേണ്ട പ്ലാന്റിലേക്ക് പോയിട്ട് ഒരു ഔട്ട്പുട്ട് വരുന്നു. ശരിയല്ലേ? ഇതാണ് ക്ലോസ് ലൂപ്പ് അല്ലാത്ത സിസ്റ്റം. ഇനി ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ നമ്മളിവിടെ സെൻസർ വെച്ച് ഇതിനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫീഡ്ബാക്ക് വെച്ച് തിരിച്ച് എന്തിലേക്ക് കൊടുക്കുന്നു, എറഡിറ്ററിലേക്ക് കൊടുക്കുന്നു. ഓക്കെ. നൗ ദിസ് ഇസ് ദ ഔട്ട്പുട്ട് ആക്ച്വലി. പക്ഷേ ഇത് ഈ ലൂപ്പിൻ്റെ സെക്കൻഡ് ടൈം റണ്ണിങ്ങിൽ ഈ ഫീഡ്ബാക്ക് സിഗ്നലിനെയാണ് ഈ കൺട്രോളർ എന്ത് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. മാനിപ്പുലേഷൻ നടത്തുന്നത് ശരിക്കും ഈ ഫീഡ്ബാക്ക് സിഗ്നലിനെ, അല്ലേ, ഈ ഫീഡ്ബാക്ക് സിഗ്നലിനെ ഈ ആക്ച്വൽ ഇൻപുട്ട് സിഗ്നലായിട്ട് കമ്പയർ ചെയ്തിട്ട് വരുന്ന എറർ സിഗ്നലിനെയാണ് കൺട്രോളർ എന്ത് ചെയ്യുന്നത്, കൂട്ടുകയോ കുറയ്ക്കുകയോ ഡബിൾ ആക്കുകയോ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൺട്രോൾ ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഈസ് കറക്റ്റ്. പക്ഷെ കൺട്രോൾ ദ ഒറിജിനൽ മെഷേർഡ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് മോർ കറക്റ്റ്. ഇവിടെ മെഷർമെൻറ്റ് എവിടെയാണ് നടക്കുന്നത്? ഇതാണ് മെഷർമെൻറ്റ്. ഈ സെൻസറാണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ മെഷർ ചെയ്യുന്നത്. അപ്പം ഇതാണ് മെഷേർഡ് ക്വാണ്ടിറ്റി. ഈ മെഷേർഡ് ക്വാണ്ടിറ്റി, ഈ മെഷേർഡ് ഒറിജിനൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ. സോ എ ഈസ് മോർ കറക്റ്റ്. ഇൻഫാക്ട് ബി ഈസ് ഓൾസോ കറക്റ്റ്. Microprocessor-based systems are increasingly being used for dedicated applications in process instrumentation. They are intelligent instrumentation system, dumb instrumentation system, control instrumentation system.
Option A only 1 and 2, option B all 1, 2 and 3, option C only 1 and 2 are correct, none of the above. I think the ഓപ്ഷനിൽ ഈ എയിൽ ഓൺലി 1 and 3 ആണ് ഒരു ഓപ്ഷൻ, 2 അല്ല 3 ആണ്. ഓക്കെ, അപ്പോൾ മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചിട്ടുള്ള എന്താണ് പ്രോസസ് ഇൻസ്ട്രുമെൻറ്റേഷൻ പ്ലാന്റുകളിൽ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെ ടൈപ്പ് ആവാമെന്നാണ്. അപ്പോൾ അതിലൊന്ന് ഇൻ്റലിജൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. ഡെഫിനറ്റ്ലി നമുക്ക് മൈക്രോ പ്രോസസ്സറും അല്ലെങ്കിൽ അതുപോലത്തുള്ള കൺട്രോളേഴ്സ്, ഇലക്ട്രോണിക് കൺട്രോളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇൻ്റലിജൻറ്റ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിലേക്ക് നമുക്ക് പെടുത്താം. ഡംപ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. ഈ ഡംപ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം എന്ന് വെച്ചാൽ ഒന്നുകിൽ ന്യൂമാറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക്. ഈ ന്യൂമാറ്റിക്സും ഹൈഡ്രോളിക്സും വെച്ച് മാത്രം ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റേഷനാണ് നമ്മൾ ഡംപ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതിലെന്തായാലും നമുക്ക് മൈക്രോ പ്രോസസ്സർ ഡയറക്റ്റ് നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. വളരെ ജനറൽ ആയിട്ടുള്ള ഘടകമാണ് അല്ലേ, കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി ആൻ ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ്, ഓൺലി 1 and 3 ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഡംപ് നിറഞ്ഞ വാക്ക് വരുന്നതുകൊണ്ട് അത് ഹൈഡ്രോളിക്സിലേക്കും ന്യൂമാറ്റിക്സിലേക്കും ചുരുങ്ങി. The two terms information and signals are usually considered as synonyms. Option A, information is the data or details related to an object or event. Yep, right. Signals carry information about a magnitude or time relating to an object or event. That is a physical quantity. Yes, that is also true. Both A and B are true, which is more correct. So none of these അല്ല, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ചോയ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ദ ഫങ്ഷണൽ എലമെൻറ്റ്സ് ഓഫ് എ മെഷറിംഗ് സിസ്റ്റം ആർ എന്തൊക്കെയാണ്? പ്രൈമറി സെൻസിങ് എലമെൻറ്റ്, വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റ്, ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റ്, ടെറിഷറി സെൻസിങ് എലമെൻറ്റ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ദർ ഇസ് നത്തിങ് കോൾഡ് ടെറിഷറി സെൻസിങ് എലമെൻറ്റ്. ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രം ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം പ്രൈമറി സെൻസിങ് എലമെൻ്റ് ഉണ്ടാവും. അത് നേരെ പോകുന്നത് വേരിയബിൾ കൺവേർഷൻ എലമെൻറ്റിലേക്കാണ്. അത് പിന്നീട് പോകുന്നത് വേരിയബിൾ മാനിപ്പുലേറ്റിംഗ് എലമെൻറ്റിലേക്കാണ്. അത് പിന്നീട് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റിലേക്ക് പോകും. അത് പിന്നീട് ഡാറ്റ റെക്കോർഡിംഗ് എലമെൻറ്റിലേക്ക് പോകും. അതിനുശേഷം അത് ഡാറ്റ പ്രസൻറ്റേഷൻ എലമെൻറ്റിലേക്ക് പോകും. ഇതാണ് ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇവിടുന്ന് നേരെ ഇതിനകത്തേക്കും വരാം. റെക്കോർഡിംഗ് ഇല്ലാത്ത സിസ്റ്റംസും ഉണ്ടാവാം. പക്ഷേ ഈ ഒരു ഫ്ലോയിൽ, ഈ ഒരു ഗ്രാഫിൽ നത്തിങ് കോൾഡ് ടെറിഷറി സെൻസിങ് എലമെൻറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കില്ല കറക്റ്റ് ആൻസർ. 1, 2, 3 മാത്രം ശരി. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിഗ്നൽ കണ്ടീഷനിങ് പ്രോസസ് of conversion like amplification, attenuation, integration, differentiation, addition and subtraction, modulation, detection and sampling, filtering, chopping and clipping. Option D, any or combination of both of the above processes. Yes, അപ്പോൾ സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞതിനകത്ത് എല്ലാം വരും അല്ലേ. നമുക്ക് സിഗ്നലിനെ, ചെറിയ സിഗ്നലിനെ വലുതാക്കാം, വലിയ സിഗ്നലിനെ ചെറുതാക്കാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മോഡുലേറ്റ് ചെയ്യാം, സാമ്പിളിങ് ചെയ്യാം, ഫിൽറ്ററിങ് ചെയ്യാം, ചോപ്പിംഗ് ചെയ്യാം, ക്ലിപ്പിംഗ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ. ആക്ച്വലി സിഗ്നൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് നമ്മൾ ഇതെല്ലാം മീൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദ സർക്യൂട്ട് ആർ സി ഈസ്, ഇപ്പോൾ താഴെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കുക, കപ്പാസിറ്റർ ഇങ്ങനെ വോൾട്ടേജിന് പാരലായിട്ടാണ് വരുന്നത് അല്ലേ. സ്ട്രെയിൻ ഗേജിൻ്റെ ഒരു കോൺഫിഗറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ 4 റെസിസ്റ്റേഴ്സിൽ ഒരു റെസിസ്റ്റർ എന്താണ്? സ്ട്രെയിൻ ഗേജാണ്. എന്ത് പറഞ്ഞു? സ്ട്രെയിൻ ഗേജാണെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളതിനകത്തേക്ക് ഒരു ആർ സി നെറ്റ്വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരച്ച് കഴിഞ്ഞാൽ യു നോ ദാറ്റ് ഇറ്റ്സ് എ ലോ പാസ് ഫിൽറ്റർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, ലോ പാസ്. റിപ്പീറ്റബിലിറ്റി ആൻഡ് റീപ്രൊഡ്യൂസിബിലിറ്റി മീൻ അപ്രോക്സിമേറ്റ്ലി സെയിം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ആക്ച്വലി.
Repeatability describes the closeness of output when the same input is applied repetitively over a short period under the same condition of environments. അപ്പോൾ ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്ക് അണ്ടർ സെയിം കണ്ടീഷനിൽ. ഇനി റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാലോ ഒരേ കാര്യം തന്നെ, പ്രിസിഷൻ തന്നെയാണ് രണ്ടും, പക്ഷേ സെയിം ഇൻപുട്ട് ദർ ആർ ചേഞ്ചസ് ഇൻ ദ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ്, ചേഞ്ചസ് അണ്ടർ ദ സെയിം കണ്ടീഷൻസ്, ചേഞ്ചസ് ഇൻ ദ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന ആളും, പേഴ്സൺ ഹൂസ് ഡൂയിങ് ദ പ്രോസസ്, ഇത് മാറും. അപ്പോൾ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് വെച്ചാൽ ചേഞ്ചസ് ഇൻ ദ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് മാറും, അതേപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന ആളെയും മാറ്റും. എന്നിട്ടും പ്രിസിഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മളതിനെ റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയും. ഇനി ഷോർട്ട് പീരീഡിലേക്ക് സെയിം കണ്ടീഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് സെയിം കണ്ടീഷൻ എൻവയോൺമെൻറ്റിൽ റിപ്പീറ്റഡ് ആയി ചെയ്യുന്നതിന് നമ്മൾ റിപ്പീറ്റബിലിറ്റി എന്ന് പറയും. സോ രണ്ടും പ്രിസിഷൻ തന്നെയാണ്. പ്രിസിഷൻ രണ്ട് രീതികളിൽ പറയുന്നതാണ്, റിപ്പീറ്റബിലിറ്റിയും റീപ്രൊഡ്യൂസിബിലിറ്റിയും. ഇപ്പോൾ റിപ്പീറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡിലേക്ക് സെയിം എൻവയോൺമെൻറ്റ് കണ്ടീഷൻ സെയിം ആൾ ട്രൈ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 50 kg വെയിറ്റുള്ള ഒരാളെ നമ്മൾ 10 പ്രാവശ്യം അടുപ്പിച്ച് ഒരു വെയിങ് സ്കെയിലിന് മുകളിൽ കയറ്റി നിർത്തുകയാണ്. എന്നിട്ട് അതിനകത്ത് കിട്ടിയ റീഡിങ് നമ്മൾ നോക്കുന്നു, 50, 51, 49, 51. അപ്പോൾ ഇങ്ങനെ റീഡിങ് എടുത്തിട്ട് പ്രിസിഷൻ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അതിന് നമ്മളെന്താ പറയുക, റിപ്പീറ്റബിലിറ്റി എന്ന് പറയും. ഇനി ഇതിൽ കറക്റ്റ് പ്രിസിഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അപ്പോൾ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഇത് 51 ഒരു 54 44. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളതിൻ്റെ റീപ്രൊഡ്യൂസിബിലിറ്റി ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത ആളെ മാറ്റും, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ ഇതിൻ്റെ എൻവയോൺമെൻറ്റ്സ് കണ്ടീഷൻസും ഒക്കെ മാറ്റും, ലോങ് പീരീഡിലേക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ അടുത്ത സ്റ്റേജ് റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടും ശരിയാണ്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഡ്രിഫ്റ്റ് എന്തായിരുന്നു ഡ്രിഫ്റ്റ്? കാലപ്പഴക്കം കാരണം ഒരു ഇൻസ്ട്രുമെൻ്റ് സംഭവിക്കുന്ന എററുകളെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 3 തരത്തിലുണ്ട്. ഒന്ന് സീറോ ഡ്രിഫ്റ്റാണ്, സീറോ ഡ്രിഫ്റ്റ്. രണ്ടാമത്തത് സെൻസിറ്റിവിറ്റി ഡ്രിഫ്റ്റ്. മൂന്നാമത്തത് സോണൽ ഡ്രിഫ്റ്റ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. വെൻ കാലിബ്രേഷൻ ഗ്രാജുവലി ഷിഫ്റ്റ്സ് ഡ്യൂ ടു സ്ലിപ്പേജ് പെർമനൻറ്റ് സെറ്റ് സീറോ ഡ്രിഫ്റ്റ്സ്, അതിനാണ് നമ്മളെന്ന് പറയുന്നത് സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തെങ്കിലും തരത്തിലുള്ള വിയർ ആൻഡ് ടിയർ കൊണ്ടോ അതല്ലെങ്കിൽ ബാക്ക്ലാഷ് കൊണ്ടോ ഒക്കെ നടക്കുന്ന എറർ, അതിനാണ് നമ്മൾ സീറോ ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. എററാണിത്. വെൻ ദർ ഇസ് എ പ്രൊപ്പോർഷൻ ചേഞ്ച് ഇൻ ദ ഇൻഡിക്കേഷൻ all along upward scale, the drift is called span drift or sensitivity drift. Yes, sensitivity driftന്റെ explanation ആണ് ബി, കറക്റ്റ് ആണ്. when the drift occurs over a portion of span of an instrument, ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രം ഇൻസ്ട്രുമെൻ്റ് ഡ്രിഫ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണിത് സോണൽ ഡ്രിഫ്റ്റ്. അപ്പോൾ ഇത് മൂന്നും, ഈ 3 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ടൈപ്പ് ഡ്രിഫ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്, അല്ലെങ്കിൽ ഡെഫിനേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഡി, ഓൾ ദ എബോവ് ആർ ട്രൂ. അടുത്ത ഒരു എക്സ്പ്രഷനാണ്, വെൻ ദ സിഗ്നൽ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട് വി ഐ ആൻഡ് ദ അൺവാണ്ടഡ് നോയ്സ് വി യു, ദെൻ ദ എസ് എൻ ആർ ആ ചോദിച്ചിരിക്കുന്നത്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് റൂട്ട് ഓഫ് വി ഐ ബൈ വി യു, വെറും വി ഐ ബൈ വി യു, ക്യൂബിക് റൂട്ട് ഓഫ് വി ഐ ബൈ വി യു. ഐ തിങ്ക് ഇത് ക്യൂബിക് റൂട്ടാണ് അവർ ഉദ്ദേശിച്ചത്. നൗ വി ഐ ബൈ വി യു അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൽ റൈറ്റ് ആൻസർ ഏതാണ്? യു നോ ദാറ്റ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. വി ഐ ബൈ വി യു ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ എസ് എൻ ആർ. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് ഡീവിയേഷൻ ഫ്രം ദ മീൻ ഈസ്, മീനിൽ നിന്ന് വരുന്ന ലാർജസ്റ്റ് ഡീവിയേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. range of doubt, possible error, either A or B, standard deviation. Definitely is not standard deviation, largest deviation ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇറ്റ് ക്യാൻ ബി റേഞ്ച് ആവാം, അല്ലെങ്കിൽ ഇത് ഒരു എററായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും
ഉപയോഗിക്കാം. അപ്പം എയും കറക്റ്റ് ആൻസറാണ്, ബിയും കറക്റ്റ് ആൻസറാണ്. സോ എയ്തർ എ ഓർ ബി ആണ് റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. നമ്മളെവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ച്. The difference between a measured value of linear coefficient or expansion of a piece of copper wire and the value given in the standard table is an error, a discrepancy, either A or B. Okay. ഇതിനെ നമ്മൾ we cannot call an error, we can call it as a discrepancy. Option B is the right choice. So move to the next one. Two experimenters obtained two different results for the same quantity. അങ്ങനെയാണ് it is discrepancy between two results, error reported by either experimenter well could be large than its discrepancy cloud. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് one of the above statement is true, both statements are true, both statements are false, none of the above. Definitely രണ്ടും false അല്ല, രണ്ടും none of the above അല്ല. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻറ്റ് റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് ടു റീസൺസ്. അപ്പം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ, വൺ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ എന്ന് ഓവർകം ചെയ്യാനുള്ള ബി എന്ന് പറയുന്ന ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ആണ് അവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. So we'll move to the next question. When the instrument input is increased gradually from 0, there will be some minimum value below which no output change can be detected. This minimum value is called, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഫ്രിക്ഷൻ കാരണവും ചില സമയത്ത് ഇൻസ്ട്രുമെൻ്റ് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ റീഡിങ് കിട്ടില്ല. അപ്പം ആ റീഡിങ് കിട്ടാൻ തുടങ്ങുന്ന മിനിമം വാല്യൂക്ക് നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് ഹിസ്റ്ററിസിസ്, ഇറ്റ്സ് നോട്ട് ഡെഡ് ടൈം, ഇറ്റ്സ് ത്രെഷോൾഡ് ആക്ച്വലി. ഈ ഡെഡ് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി കൺഫ്യൂസിങ് ആണ്. ഡെഡ് ടൈം എന്ന് പറഞ്ഞാൽ ടൈമാണ്, എത്ര സമയത്തേക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടാത്ത അവസ്ഥ നിന്നു എന്നുള്ളതാണ് ഡെഡ് ടൈം. പക്ഷെ വേറൊരു വാക്കുണ്ട് ഡെഡ് സോൺ. അപ്പോൾ റിസൾട്ട് കിട്ടാത്ത ആ സോണിനെ നമ്മൾ ഡെഡ് സോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡെഡ് സോൺ എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ത്രെഷോൾഡ് വാല്യൂ ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, 2.8 ഇതാണ് ത്രെഷോൾഡ് വാല്യൂ. ഈ 0 to 2.8 എന്ന് പറയുന്ന ആ ഒരു റീജിയനെയാണ് നമ്മൾ ഡെഡ് ബാൻഡ് അല്ലെങ്കിൽ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഡെഡ് സോൺ അല്ല, ഡെഡ് ബാൻഡ്. ഡെഡ് ടൈം എന്ന് പറയുന്നത് ഈ 0 to 2.8 ഈ ഔട്ട്പുട്ട് അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് എത്ര ടൈം ട്രാവൽ ചെയ്തു, അതാണ് ആക്ച്വലി ഡെഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ത്രെഷോൾഡ് ആണ് റൈറ്റ് ആൻസർ. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്മാളസ്റ്റ് മെഷറബിൾ ഇൻപുട്ട് ചേഞ്ച് ഈസ്, നമുക്ക് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. ആക്ച്വലി റെസൊല്യൂഷൻ്റെ മറ്റൊരു പേര് തന്നെയാണ് ഡിസ്ക്രിമിനേഷൻ. സോ ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രിമിനേഷൻ, ഇറ്റ് ക്യാൻ ഓൾസോ റെസൊല്യൂഷൻ. ഇപ്പോൾ either എ ഓർ ബി, ഓർ എ ആൻഡ് ബി ആണെങ്കിൽ ഇവിടെ റൈറ്റ് ആൻസറാണ്. ത്രെഷോൾഡ് അല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പോൾ ഇത് ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്ന ഡിവൈസ് ഹൂസ് ഔട്ട്പുട്ട് ഈസ് എൻലാർജ്ഡ് വേർഷൻ ഓഫ് ഔട്ട്പുട്ടല്ല, ഇത് ആക്ച്വലി എന്താണ്? ഇൻപുട്ടാണ് അവർ ഉദ്ദേശിച്ചത്, ഇൻപുട്ടാണ്. അപ്പോൾ ഏതാണ്? ദ ഡിവൈസ് ഹൂസ് ഔട്ട്പുട്ട് ഈസ് എൻലാർജ്ഡ് വേർഷൻ ഓഫ് ഇൻപുട്ട്. അതെന്താണ്? ഔട്ട്പുട്ട് കൂടുതൽ ഇൻപുട്ട് കുറവാണെങ്കിൽ നമ്മളതിനെ ഡെഫിനറ്റ്ലി ആംപ്ലിഫയർ എന്ന് വിളിക്കുക അല്ലേ. സോ ആംപ്ലിഫയർ ഈസ് എ റൈറ്റ് ആൻസർ. സോ നമുക്ക് P3 കൂടെ മാച്ച് ചെയ്യാം. ക്യൂ നോക്കാം. ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് or markings on a scale so that the instrument reading conform to accepted standards. അത് നമ്മൾ എന്താ പറയുക? ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കിയെടുത്ത ഉടനെ അതിനെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്ത് അതിനെ ശരിയാക്കി എടുക്കുന്ന, എക്സ്പെരിമെൻറ്റിന് വേണ്ടി സജ്ജമാക്കി എടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കാലിബ്രേഷൻ അല്ലേ. സോ കാലിബ്രേഷൻ 1 ആണ്. സോ വി ക്യാൻ മാച്ച് ഫോർ Q1. 6 നോക്കാം. measures and generates an opposing effect to maintain zero deflection. ഏതാണ്? ഓപ്പോസിങ് എഫക്റ്റ് കാരണം സീറോ ഡിഫ്ലക്ഷൻ സാധ്യമാകുന്ന ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നൾ ടൈപ്പ് ഡിറ്റക്ടർ ആണല്ലേ.
സോ R4ലേക്ക് പോകാം. എസ് എന്ന് പറയുന്നത് ആക്ഷൻ ടു കൺവേ ഇൻഫർമേഷൻ. ആക്ഷൻ ടു കൺവേ ഇൻഫർമേഷൻ ഡെഫിനറ്റ്ലി സിഗ്നലാണ്. അപ്പം ഈ ഒരു പാറ്റേൺ വരുന്നത് ഏതാണ്? കോഡ് എ ആണ് അല്ലേ? കോഡ് എ എല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. S2 yes കറക്റ്റ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ലിസ്റ്റാണ്. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് ഗ്രാജുവൽ ഡിപ്പാർച്ചർ ഓഫ് ദ ഇൻസ്ട്രുമെൻ്റ് ഔട്ട്പുട്ട് ഫ്രം കാലിബ്രേറ്റഡ് വാല്യൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കാലപ്പഴക്കം കൊണ്ട് അല്ലെങ്കിൽ സമയം മുമ്പോട്ട് പോകുന്തോറും ഇൻസ്ട്രുമെൻറ്റിന് വരുന്ന കേടുപാടുകൾ കാരണം അതിൻ്റെ കാലിബ്രേഷൻ തെറ്റുന്നതിന് നമ്മളെന്ത് പറയും? ഡ്രിഫ്റ്റ് എന്ന് പറയും. 3 ടൈപ്പ് ഉണ്ട് എന്നൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് P4 മാച്ച് ചെയ്യാം. ഇനി അടുത്തത് എ ഡിവൈസ് വിച്ച് കോസസ് ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് സിഗ്നൽ വിത്തൗട്ട് കോസിങ് അക്സെപ്റ്റബിൾ ഡിസ്ട്രോഷൻ ഇൻ ഇറ്റ്. അപ്പോൾ ആംപ്ലിഫയറിന് നേരെ ഓപ്പോസിറ്റ് ജോലിയാണ് ചെയ്യുന്നത് അല്ലേ? ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡാണ്. ഇൻക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മളതിനെ ആംപ്ലിഫയർ എന്ന് വിളിക്കും. ഡിക്രീസ് ഇൻ ആംപ്ലിറ്റ്യൂഡാണ് നമ്മളതിനെ അറ്റനേറ്റർ എന്ന് വിളിക്കും. സോ Q3. സ്മോളസ്റ്റ് ഇൻക്രിമെൻറ്റ് ഇൻ ദ മെഷർമെൻറ്റ് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് സെർട്ടനിറ്റി. ഇപ്പോൾ എന്തായിരുന്നു? റെസൊല്യൂഷൻ ആയിരുന്നു അല്ലേ? റെസൊല്യൂഷനാണ്. അപ്പം സ്കെയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ സ്കെയിൽ ഇങ്ങനെ മാർക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ മാർക്കിംഗ് ഇത്രയും ദൂരം ആവാനുള്ള കാരണം അത് ട്രൂത്ത്ഫുള്ളായിട്ട് സത്യസന്ധമായിട്ട് അതിനെ കാണിക്കാൻ പറ്റുന്ന കറക്റ്റ് വാല്യൂ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ മാർക്കിംഗ് അത്ര ദൂരം എന്താ പറയുക മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഡിസ്റ്റൻസിന് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മളെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ R goes to 1. The ability of a device to give identical output when repeated measurements are made with the same ഇൻപുട്ട് സിഗ്നൽ. അത് പ്രിസിഷനാണ്. നമ്മൾ പ്രിസിഷൻ എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷൻ്റെ തന്നെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം കൂടി മാച്ച് ആവുന്നത് ഏതാണ്? ഏത് കോഡാണ്? കോഡ് എ മാച്ചസ് ഓൾ. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. The error in the potentiometer is not exceed 1 part in 10,000. Its linearity will be 1 part in 10,000 ആണ്. അപ്പം 1/10,000 into 100. കാരണം പെർസെൻറ്റേജിലാണ് ഇൻറ്റു 100 നമുക്ക് കൊടുക്കാം. അപ്പോൾ എത്ര വരും? 2 0 കട്ട് ചെയ്ത് പോയി 2 0. റൈറ്റ് ആൻസർ ഇസ് 0.01%. A recording instrument requires 0.05 amperes to overcome initial friction, അതായത് നമ്മൾ ത്രെഷോൾഡ്, and produce motion of the movement. The effect is hysteresis of 0.05 ampere, dead zone of 0.05, both A and B, hysteresis and dead zone each of 0.1 ampere. ഒരിക്കലും ഹിസ്റ്റെറിസിസ് എന്ന് പറഞ്ഞാൽ ഇതല്ല കാര്യം അല്ലേ? ഹിസ്റ്റെറിസിസ് എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കുന്ന റീഡിങ്ങുകളും അതിനെ അൺലോഡ് ചെയ്യുമ്പോൾ അത് കാണിക്കുന്ന റീഡിങ്ങുകളും തമ്മിലുള്ള വ്യത്യാസത്തിനാണ് നമ്മൾ എന്താ പറയുക? ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ഇത് പറയുന്ന ത്രെഷോൾഡാണ്. ഇൻസ്ട്രുമെൻറ്റ് 0.05 ആംപിയർ കൊടുത്താൽ മാത്രമേ അതിൻ്റെ ആ അമ്മീറ്ററിൻ്റെ ഇതിപ്പോൾ 0യിൽ റെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ അമ്മീറ്ററിൻ്റെ പോയിൻ്റർ. അപ്പോൾ ഇതിനെ ഒന്ന് അനക്കണമെങ്കിൽ നമ്മൾ മിനിമം എത്ര കൊടുക്കണം? 0.05 ആംപിയർ കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കെയിൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് 1 ആംപിയർ, ഇത് 2 ആംപിയർ, 3 ആംപിയർ എന്നിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഈ മാർക്ക് വരുന്നത് അല്ലേ? എത്ര? 0.05 ആംപിയർ. അപ്പോൾ ഈ ഒരു ഏരിയ, ഈ ഒരു സോൺ, ഇത്രയും ഏരിയ, ഈ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുക? ഡെഡ് സോൺ എന്ന് പറയാം. ഡെഡ് സോൺ. ഓക്കെ. ഈ ഒരു വാല്യൂവിന് പറയുന്ന പേരാണെന്ത്? ത്രെഷോൾഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെഡ് സോൺ ഓഫ് 0.5 ആണ്. ഡെഡ് സോൺ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. അതേപോലെ തന്നെ ഡെഡ് ബാൻഡ് എന്ന് പറയുന്ന വാക്കും ഡെഡ് സോണിനെ സൂചിപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ മോഡേൺ മെഷർമെൻറ്റ് സിസ്റ്റം ഡിസൈറബിൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ. ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്? ആക്യുറസി, റീപ്രൊഡ്യൂസിബിലിറ്റി, സെൻസിറ്റിവിറ്റി, ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ആക്യുറസി കൂടുന്ന ഡിസൈറബിൾ ആണ്, റീപ്രൊഡ്യൂസിബിലിറ്റി കൂടുന്ന ഡിസൈറബിൾ ആണ്, സെൻസിറ്റിവിറ്റി കൂടുന്ന ഡിസൈറബിൾ ആണ്. എല്ലാം നല്ലതാണ്, എല്ലാം ഡിസൈറബിൾ ആണ്, എല്ലാം സ്റ്റാറ്റിക്കുമാണ്. അത് നോക്കണേ, എല്ലാം സ്റ്റാറ്റിക്കുമാണ്.
അപ്പം ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. സ്റ്റാറ്റിക് അല്ലാത്ത ഡൈനാമിക് എന്തൊക്കെയായിരുന്നു? ലാഗ്, ഡൈനാമിക് ലാഗ്, ഡൈനാമിക് എറർ അല്ലേ, ഫിഡിലിറ്റി, സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഈ 4 ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം 15-16 ഉണ്ട്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ത്രെഷോൾഡ്, ആക്യുറസി, പ്രിസിഷൻ ഇതെല്ലാം എന്താണ്? സ്റ്റാറ്റിക് ആണ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ, അത് അൺഡിസൈറബിളാണ് ചോദിക്കുന്നത്, അതായത് നമുക്ക് വേണ്ടാത്തത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻ? ഡെഡ് സോൺ ഡിസൈറബിൾ ആണോ? ഇല്ല. സോൺ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത് അല്ലേ. അപ്പോൾ അത് അൺഡിസൈറബിൾ ആണ്. ഡ്രിഫ്റ്റും ഒരു എററാണ് അല്ലേ, കാലപ്പഴക്കം കൊണ്ട് വരുന്ന ഒരു എററാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ അതും ഒരു നോൺ അൺഡിസൈറബിൾ ആണ്. സ്റ്റാറ്റിക് എറർ ആൻഡ് നോൺ ലീനിയാരിറ്റി. സ്റ്റാറ്റിക് എററും ലീനിയാരിറ്റിയും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ചോയ്സ്. Question number 231. A temperature measurement instrument is calibrated between 10 degree, this is degree actually, 10 degree to 250 degree. അപ്പോൾ ഇതിൻ്റെ 10 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 250 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പാൻ എത്രയാണ്? ഇതിൻ്റെ സ്പാൻ കാണാൻ എളുപ്പമാണ്. ഹയസ്റ്റ് റീഡിങ് മൈനസ് സ്മോളസ്റ്റ് റീഡിങ് 240 ആണ് ഇതിൻ്റെ സ്പാൻ. 240 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ സ്പാൻ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇതേ ചോദ്യം ഇതിൻ്റെ റേഞ്ച് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്കെയിൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. റേഞ്ച് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഇൻ വിച്ച് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ടു പെർഫോം ആൻഡ് ഷോ കറക്റ്റ് റീഡിങ്. അപ്പം 10 to 240 അല്ലേ, 240 ആണ്, 250 ആണ്, 250 നമ്മൾ പറഞ്ഞാൽ 10 to 250 ഡിഗ്രി എന്ന് പറയുന്നതാണ് ആക്ച്വലി എന്ത് ഇതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ വര ഇട്ടിട്ട് ലോവറും ഹയറും റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് അതിൻ്റെ റേഞ്ച്. ഈ റേഞ്ചിനുള്ള 2 പാരാമീറ്റേഴ്സിൻ്റെ പേരുകൾ എന്ന് പറഞ്ഞാൽ ഇത് മിനിമം റേഞ്ചും ഇത് മാക്സിമം റേഞ്ചുമാണ്. ഈ മാക്സിമം റേഞ്ചിന് വേറൊരു പേരും കൂടിയുണ്ട്, ഫുൾ സ്കെയിൽ വാല്യൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അത് വേറൊന്നുമല്ല, 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം അതിൻ്റെ റേഞ്ചിലെ മാക്സിമം നമ്പർ എത്രയാണ്? 250 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ AC സർക്യൂട്ട്സ് the connection of measuring instrument causes loading errors which may affect the measurements, magnitude, phase, all of these waveform. അപ്പോൾ എ സി ആണ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ടാണ്. ദ കണക്ഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കണക്ഷൻ, ടൈപ്പ് ഓഫ് കണക്ഷൻ വഴി ലോഡിംഗ് എറർ ഉണ്ടാവുകയാണ്. അപ്പോൾ ലോഡിംഗ് എറർ ഉണ്ടാവുകയാണെങ്കിൽ എന്ത് രീതിയിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്? മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം വരുമോ? ഡെഫിനറ്റ്ലി വ്യത്യാസം വരും അല്ലേ. ലോഡിംഗ് എറർ വന്നാൽ ഔട്ട്പുട്ട് കുറയും. ഫേസ് ഡിസ്ട്രോഷൻസും ഉണ്ടാകും, ഫേസിലുള്ള വ്യത്യാസങ്ങളും നമുക്കുണ്ടാവും. അപ്പം ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. വേവ് ഫോമിലുള്ള ഡിസ്ട്രോഷനും ഉണ്ടാവും. ഓൾ ഓഫ് ദീസ് ആണ് റൈറ്റ് ആൻസർ. ഈ 3 തരത്തിലുള്ള ചേഞ്ചസും ലോഡിംഗ് എഫക്റ്റ് കാരണം ഉണ്ടാകാം. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ആംപ്ലിഫയർ ഹാസ് an input voltage of 30 microvolt. ഓക്കെ, അതാണ് അതിൻ്റെ സിഗ്നൽ. ആൻഡ് നോയ്സ് വോൾട്ടേജ് ഓഫ്, നോയ്സ് എത്രയാണ്? 3 microvolt ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഓഫ് ദ ഇൻപുട്ട് എന്താണ്? കൊടുത്തിരിക്കുന്ന ആൻസർ വെച്ചിട്ട് 10 ആണ് റൈറ്റ് ആൻസർ. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ചോദിച്ചിരിക്കുന്നത്, ജസ്റ്റ് ആ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. സോ സിഗ്നൽ 30 ആണെങ്കിൽ നോയ്സ് 3 ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ A/B ഫോം. സോ 10. ഇപ്പം യൂണിറ്റ്ലെസ് ആണ്, മൈക്രോവോൾട്ട് നമ്മൾ കട്ട് ചെയ്യും. ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെ യൂണിറ്റിലേക്ക് കമ്പാരിറ്റീവ് ഇതിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് റേഷ്യോ ചോദിച്ചുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Johnson noise is caused by thermal agitation of free electrons carrying current, thereby modulating the current, vibration into circuits through conductors,
ഇത് നമ്മൾ ജോൺസൺ നോയ്സിന് കാരണമൊന്നും പറയില്ല അല്ലേ. റാൻഡം എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് അക്രോസ് പി എൻ ജംഗ്ഷൻ, നോ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ടു ദ സർക്യൂട്ട്, നോ. നോയ്സ് ഉണ്ടാക്കും ബിയും സിയും ഡിയും, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ജോൺസൺ നോയ്സ്. ജോൺസൺ നോയ്സ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹീറ്റ്. അപ്പോൾ തെർമൽ എജിറ്റേഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ക്യാരിങ് കറണ്ട് ബൈ മോഡുലേറ്റിംഗ് ദ കറണ്ട്. അപ്പോൾ അതാണ് അതിനാണ് നമ്മൾ എന്ത് പറയുക, ജോൺസൺസ് നോയ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ തെർമൽ പ്രോബ്ലംസ് കാരണം അതിന് കാരണമായ കറണ്ടിന് തന്നെ വേരിയേഷൻ വരികയാണെങ്കിൽ, ഇൻപുട്ട് കറണ്ടിന് വേരിയേഷൻ വരികയാണെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ജോൺസൺ നോയ്സ്. അപ്പോൾ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഇൻ മെഷർമെൻറ്റ് സിസ്റ്റം, ഫോഴ്സ് is an across variable. Variable is associated power base through translational system ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഫോഴ്സ് ഇക്വാലൻറ്റ് ടു പഠിച്ചിട്ട് വെലോസിറ്റി അല്ലേ. കൺട്രോൾ സിസ്റ്റങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഇവിടെ ആക്സലറേഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, എനി ഓഫ് ദീസ് ഉണ്ട്. സോ വെലോസിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ. വാല്യൂസ് ഓഫ് സ്റ്റാറ്റിക് സ്റ്റിഫ്നെസ് ആൻഡ് കംപ്ലയൻസ് ഇൻ എ measurement system determine the amount of current drain from a system, potential drain from a system, power drain from a system, energy drain from a system. ആക്ച്വലി മൂന്നും ഉണ്ടാകും, ബട്ട് ഇവിടെ എനർജി എന്ന് പറഞ്ഞൊരു വാക്കുള്ളതുകൊണ്ട് അതിൽ എന്തുണ്ട്, കറണ്ടും ഉണ്ട് വോൾട്ടേജും ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് പവർ. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇതിനകത്ത് ആക്ച്വലി വന്നിട്ടുണ്ട്. സോ വി ക്യാൻ ചൂസ് option D as a right answer, energy drain from a system. അടുത്ത ക്വസ്റ്റ്യൻ, ബാക്ക്ലാഷ് എന്താണെന്ന് ചോദിക്കുന്നത്. അൺവാണ്ടഡ് സിഗ്നൽ ടെൻഡിങ് ടു obscure the transducer signal. അതിന് നമ്മളെന്താ പറയുക, നമ്മൾ പറയുന്നത് പേരെന്തായിരുന്നു, നോയ്സ് അല്ലേ. മറ്റൊരു പേര് ട്രാൻസിയൻസ് എന്ന് പറയും അല്ല, അൺവാണ്ടഡ് സിഗ്നൽസിന്. മാക്സിമം ആംഗിൾ ഓർ ഡിസ്റ്റൻസ് ത്രൂ വിച്ച് എനി പാർട്ട് ഓഫ് എ മെക്കാനിക്കൽ സിസ്റ്റം മേ ബി മൂവ്ഡ് ഇൻ വൺ ഡയറക്ഷൻ വിത്തൗട്ട് കോസിങ് മോഷൻ ഓഫ് ദ നെക്സ്റ്റ് പാർട്ട്. യെസ്, ഇതാണ് അതിൻ്റെ കറക്റ്റ് ബാക്ക്ലാഷൻ ഡെഫിനേഷൻ. ഇപ്പോൾ നമ്മൾ 2 ഗിയറുകൾ ഇത്തരത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ, സോ ഇറ്റ്സ് എ ലീനിയർ, ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഇതിൽ മറ്റൊരു യൂണിറ്റ് നമ്മളിങ്ങനെ ഘടിപ്പിച്ച് വെക്കുകയെന്ന് വിചാരിച്ചോളൂ. ഇത്തരത്തിലുള്ള ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ ആക്ച്വലി നോക്കുക, ഈ ഒരു ഡിസ്റ്റൻസ് കൂടുതലാണ്. ഇങ്ങനെയാണെങ്കിലോ ഈ ഒരു യൂണിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ അതിങ്ങനെ വരും, പിന്നെ ഇതിങ്ങനെ വരും, പിന്നെ ഇങ്ങനെ വരും, കുറേ ദൂരം ട്രാവൽ ചെയ്യാൻ ഒരു പ്ലേ വരും അല്ലേ. ആ പ്ലേക്കാണ് നമ്മൾ ആക്ച്വലി എന്താ പറയുക, ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ കൈ പിടിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അല്പം ലെഫ്റ്റിലേക്കും അല്പം റൈറ്റിലേക്കും ഒരു പ്ലേ ഉണ്ടാവും, ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അത് ടൈറ്റായിട്ടിരിക്കില്ല. ടൈറ്റായിട്ടിരിക്കണേ ഇത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഫിറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇത് ബാക്ക്ലാഷ് ഇല്ലാത്ത അവസ്ഥയാണ്, ഇത് ബാക്ക്ലാഷ് ഉള്ള അവസ്ഥയാണ്. ഡിപ്പാർച്ചർ ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഔട്ട്പുട്ട് ഫ്രം ഇറ്റ്സ് കാലിബ്രേറ്റഡ് വാല്യൂ, നോ ദിസ് ഇസ് ഓൾസോ നോട്ട് കറക്റ്റ്. അപ്പോൾ ഓൾ ഓഫ് ദിസും അല്ല, ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഇപ്പോൾ ബാക്ക്ലാഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ്. ഇൻസ്ട്രുമെൻറ്റേഷൻ, മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം, എ പ്രഷർ ഗേജ് 0 to 100 പാസ്കൽ. 0 to 100 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഞ്ചാണ്. ഹാസ് എ ഗ്യാരണ്ടീഡ് ആക്യുറസി ഓഫ് 1% ഓഫ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ദ ലിമിറ്റിംഗ് എറർ വൈൽ റീഡിങ് 25 പാസ്കൽ വിൽ ബി. അപ്പോൾ ഈ ഒരു ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, 0 to 100 പാസ്കൽ എന്ന് പറയുന്ന റേഞ്ചുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫുൾ സ്കെയിൽ റീഡിങ് എത്രയാണ്? ഫുൾ അതിന് കാണിക്കാൻ പറ്റുന്നത് 100 പാസ്കലാണ് അല്ലേ. അപ്പോൾ 100 പാസ്കലിന് എത്ര ശതമാനം വരും? 1% വരും. അപ്പോൾ നമ്മളന്ന് പറഞ്ഞു 100ൽ എത്ര കുറയാണെങ്കിലും ഈ 1% കൂടും. ഇപ്പോൾ 50 പാസ്കലാണെങ്കിൽ അതിൻ്റെ ഡബിൾ ആകും. എത്രയാകും? 2% ആകും. 25 പാസ്കലാണെങ്കിൽ അതിൻ്റെയും ഡബിൾ ആകും. എത്രയാകും? 4% ആകും. അപ്പോൾ ഇങ്ങനെയും സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. സോ ഡി 4% ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത സ്ലൈഡ് പോവാം. ഇൻ ക്വസ്റ്റ്യൻ നമ്പർ
239. Last question. The range of reading of true pressure of 25 Pascal will be. Yes. Question എന്തായിരുന്നു? 0 to 100 പാസ്കലിന് 1% അല്ലേ? അപ്പോൾ നോക്കാം, 100 പാസ്കൽ വരുന്ന സമയത്ത് 1% ആണ് അതിൻ്റെ എറർ. അത് ±1% ആണ്. അപ്പോൾ 99 പാസ്കൽ തൊട്ട് 101 പാസ്കൽ വരെ ഇത് തെറ്റ് കാണിച്ചേക്കാം എന്നുള്ള സർട്ടിഫിക്കേഷൻ അതിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്ന ആളിത് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിന് മീനിങ്. ഇനി ഇത് 25% ആകുമ്പോൾ 25 പാസ്കൽ ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചെത്ര ±4% ആണ്. അപ്പോൾ 25ൻ്റെ 4% എത്രയാണ്? 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 24 തൊട്ട് 26 വരെ, 24 പാസ്കൽ തൊട്ട് 26 പാസ്കൽ വരെ ഡിഫറൻസ് എന്ത് ചെയ്യും? ഇതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എറർ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. സി ഈസ് ദ റൈറ്റ് ചോയ്സ്. So loan question ആണ്. In a PMMC emitter, the deflection of a pointer is proportional to the product of flux density of magnetic field produced by the permanent magnet and the current in the moving coil. Yes. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി അല്ലേ, ഇൻറ്റു കറണ്ട് ഐ. യെസ്, ഇതാണ്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൻ ദ സ്ട്രെങ്ത് ഓഫ് ദ പെർമനൻറ്റ് മാഗ്നറ്റ് ബിക്കംസ് 90%, ബി എന്താകുന്നു? 90% ആയിട്ട് റിഡ്യൂസ് ആകുന്നു. യെസ്, ഓഫ് ദ ഒറിജിനൽ വാല്യൂ. ദ മീറ്റർ ഗിവ് എറേനിയസ് റീഡിങ്. ഡെഫിനറ്റ്ലി എറേനിയസ് റീഡിങ് തരും അല്ലേ? റീഡിങ് റിസൾട്ട്സ് ഇൻ ടു ആൻ എറർ. ദ എറർ ഇസ് കോൾഡ്. യെസ്, ഇപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഇതിൽ എന്ത് ടൈപ്പ് എററാണെന്ന് വയ്ക്കുന്നത്? റാൻഡം എററാണോ? ഇറ്റ്സ് നോട്ട് റാൻഡം എറർ. ഡെഫിനറ്റ്ലി സ്ട്രെങ്ത് കുറയുന്നതുകൊണ്ടാണ്. ഗ്രോസ് എററാണോ? ഗ്രോസ് എറർ അല്ല. ഗ്രോസ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ് വരുത്തുന്ന മിസ്റ്റേക്ക് കൊണ്ട് സംഭവിക്കുന്ന എററുകളെയാണ് അതിന് ഗ്രോസ് എറർ എന്ന് പറയുന്നത്. ഗ്രോസ് എററിൻ്റെ വേറെ പേരാണെന്ത്? ഹ്യൂമൻ എറർ. ഇപ്പോൾ ഗ്രോസ് എററും അല്ല, കോമ്പിനേഷൻ ഓഫ് ദീസും അല്ല, സിസ്റ്റമാറ്റിക് എറർ. യെസ്, സിസ്റ്റമാറ്റിക് എററാണ് ഇത് ശരിക്കും. ദിസ് ഇസ് എ സിസ്റ്റമാറ്റിക് എറർ. അപ്പോൾ എന്തായാലും സിസ്റ്റമാറ്റിക് എറർ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഇൻസ്ട്രുമെൻ്റൽ എറർ വരുന്നുണ്ട്, ഒബ്സർവേഷണൽ എറർ വരുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ എറർ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഇത് വരുന്നത്. കാരണം ഇൻസ്ട്രുമെൻറ്റിൻ്റെ മാഗ്നറ്റിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റി കുറയുന്നതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് എററിൽ ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് നമുക്ക് തന്നെ വേണമെങ്കിൽ പെടുത്താം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഏകദേശം ഒരു 45 ചോദ്യങ്ങളോളം ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. ഇതേ പോയിന്റിൽ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ റീസ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.